കാണാക്കാരിയിൽ ഭാര്യയെ കഴുത്തുഞെരിച്ചു കൊന്ന് കൊക്കയിൽ തള്ളിയ കേസിൽ നിറയുന്നത് അവിഹിതമാണ്. കൃത്യമായി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ചാണ് ജെസ്സിയുടെ കൊലപാതകത്തിന് സാം തയ്യാറായത്. ചക്കൂരം മാണ്ടിലെ കൊക്കയിൽ കണ്ടെത്തിയത്. ഭർത്താവ് സാം കെ ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാണാക്കാരിയിൽ നിന്ന് കാറിലാണ് ഇയാൾ മൃതദേഹം ചെപ്പുകുളത്ത് എത്തിച്ചത്. സെപ്റ്റംബർ 26 രാത്രി ജെസ്സി താമസിക്കുന്ന താഴത്തെ നിലയിലെത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. അടുത്ത ദിവസം പുലർച്ചെ കാറിൽ ചെപ്പുകുളം ചക്കൂരം മാണ്ട് ഭാഗത്തെത്തി. റോഡിൽ നിന്ന് മൃതദേഹം കൊക്കയിലേക്ക് തള്ളിയിടുകയായിരുന്നു. 29-ന് ജെസ്സിയെ സുഹൃത്ത് ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയില്ല. ഇവർ കുറവിലങ്ങാട് പോലീസിൽ പരാതിപ്പെട്ടു. ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സാം ബംഗളൂരുവിലുണ്ടെന്ന് മനസ്സിലാക്കി. ഇവരുടെ മക്കളായ സ്റ്റെഫി സാം, സോനു സാം, സാന്റോ സാം എന്നിവർ വിദേശത്താണ്. 59-ാം വയസ്സിലാണ് ട്രാവൽ ആൻഡ് ടൂറിസം ബിരുദ കോഴ്സിന് MG യൂണിവേഴ്സിറ്റിയിൽ ചേർന്നത്. അവിടെ സഹപാഠിയായ ഇറാൻ സ്വദേശിനിക്കൊപ്പം സാം പലതവണ കാണാക്കാരിയിലെ വീട്ടിലെ താഴത്തെ നിലയിൽ എത്തുമായിരുന്നു. മറ്റൊരു യുവതിക്കൊപ്പം വീട്ടിലെത്തിയത് പ്രശ്നമായി. ഇതേക്കുറിച്ച് തർക്കമുണ്ടായി. ഒരാഴ്ച മുൻപ് വഴക്ക് നടന്നിരുന്നതായി പോലീസ് പറയുന്നു. പഠനത്തിലും ജോലിക്കുമായി മക്കളെല്ലാം വിദേശത്തേക്ക് പോയതോടെ 6 മാസമായി ജെസ്സി ഒറ്റയ്ക്കാണ് മുകൾ നിലയിൽ കഴിഞ്ഞത്. ദിവസവും അമ്മയെ ഫോൺ വിളിക്കാറുള്ള മക്കൾ 26-ന് പലതവണ വിളിച്ചിട്ടും കിട്ടാതെ വന്നതോടെയാണ് പോലീസിൽ പരാതിപ്പെട്ടത്. ജില്ലാ പോലീസ് മേധാവി A. ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശപ്രകാരം വൈക്കം DYSP TP വിജയൻ, SHO A. അജീബ്, ASI-മാരായ മഹേഷ് കൃഷ്ണൻ, V. വിനോദ് കുമാർ, ASI TH നിയാസ്, CPO പ്രേംകുമാർ എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. കൊലപാതകം നടത്തുന്നതിന് 10 ദിവസങ്ങൾക്ക് മുൻപ് സാം ചെപ്പുകുളം വ്യൂ പോയിന്റിലെത്തി അവിടുത്തെ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി. 26-ന് വൈകിട്ട് 6-ന് വീട്ടിലെത്തിയ സാമും ജെസ്സിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കയ്യിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ സാം പ്രയോഗിച്ചു. പിന്നീട് ജെസ്സിയെ കിടപ്പുമുറിയിലേക്ക് വലിച്ചു കൊണ്ടുപോയി ശ്വാസം മുട്ടിച്ചു കൊന്നു. പുലർച്ചെ 1 മണിയോടെയാണ് മൃതദേഹവുമായി ചെപ്പുകുളത്തെത്തിയത്. നാട്ടിൽ നിന്ന് സാം മാറുകയും ചെയ്തു. തൊടുപുഴയിൽ ഇയാൾ എത്തിയതായി വ്യക്തമായെങ്കിലും പോലീസ് എത്തുന്നതിന് മുൻപേ വിദേശ വനിതയ്ക്കൊപ്പം മൈസൂരിലേക്ക് കടക്കുകയായിരുന്നു. സാമിന്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു പോയ ശേഷം 94-ലാണ് ജെസ്സിയെ വിവാഹം ചെയ്തത്. എന്നാൽ വഴക്കിനെ തുടർന്ന് 15 വർഷമായി കാണാക്കാരി രത്നഗിരി പള്ളിക്ക് സമീപമുള്ള വീട്ടിൽ 2 നിലകളിലായിട്ടാണ് ഇരുവരും താമസിച്ചിരുന്നത്. ഈ വീട്ടിൽ സമാധാനപരമായി താമസിക്കാൻ നൽകിയ കേസിൽ ജെസ്സിക്ക് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി. 2018-ൽ പാലാ അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു. സാമിന് ഇതേ വീട്ടിൽ നിന്ന് തന്നെ താമസിക്കാൻ ജെസ്സി അനുവാദം നൽകി. വീട്ടിൽ കയറാതെ പുറത്തുനിന്ന് സ്റ്റെയർകേസ് പണിതാണ് സാമിന് 2-ാം നിലയിൽ താമസ സൗകര്യമൊരുക്കിയത്. സാം വിദേശ വനിതകൾ ഉൾപ്പെടെയുള്ളവരുമായി പരസ്യബന്ധം പുലർത്തിയിരുന്നത് ജെസ്സി ചോദ്യം ചെയ്തു. 6 മാസമായി MG യൂണിവേഴ്സിറ്റിയിൽ ടൂറിസം ബിരുദാനന്തര കോഴ്സ് പഠിക്കുകയായിരുന്നു സാം. ഇതിനിടെ സാം ഭാര്യയെ ഈ വീട്ടിൽ നിന്ന് മാറ്റി മറ്റൊരിടത്ത് താമസിക്കാൻ കോടതിയെ സമീപിച്ചു. എന്നാൽ ജെസ്സി കോടതിയിൽ ഇതിനെ എതിർത്തു. തനിക്കെതിരായി കോടതിയിൽ നിന്ന് വിധി വന്നേക്കുമെന്ന് കരുതിയ സാം ഇവരെ കൊലപ്പെടുത്തുകയായിരുന്നു.